സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്നുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് സ്കൂളുകൾ തുറക്കുകയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം, പ്രവേശനോത്സവം നടക്കുക. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവും അടക്കം സമഗ്ര മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമാകുന്നത്. 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുന്നതും ശ്രദ്ധേയമാണ്. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് 2 മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും സ്കൂളുകളിലേക്ക് പോവുകയാണ്. ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ഒരുപാട് കുരുന്നുകളുണ്ട്. എങ്ങനെയാണ് സംസ്ഥാനത്തെ പൊതുവായ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ സ്കൂളുകളൊക്കെ റെഡിയല്ലേ? സമഗ്രമായ മാറ്റത്തോടുകൂടി എത്തുന്ന ഒരു അധ്യയന വർഷം കൂടിയാണ് എന്നത് പ്രത്യേകതയുമുണ്ട്. ഗുഡ് മോർണിംഗ് ആര്യ. സംസ്ഥാനത്ത് വിപുലമായ മാറ്റങ്ങളാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമഗ്രമായ, അതായത് പാഠ്യേതര വിഷയങ്ങളെ പറ്റിയിട്ടുള്ള, ലഹരിയെ പറ്റിയിട്ടും മറ്റ് ഡിജിറ്റൽ സാക്ഷരത, അതേപോലെ ട്രാഫിക് നിയമങ്ങൾ, അങ്ങനെ വിപുലമായ രീതിയിലുള്ള പല വിഷയങ്ങൾ, അതായത് ഒരു നല്ല വിദ്യാർത്ഥി എന്നതിലുപരി ഒരു നല്ല പൗരൻ എങ്ങനെയാകാം എന്നുള്ള ഒരു പരിശീലനമാണ് തുടക്കത്തിൽ തന്നെ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് GHSLP സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നും എത്തിയിട്ടില്ല. എല്ലാവരും സ്കൂളിലേക്ക് എത്താനുള്ള ഒരുക്കങ്ങളിലാണ്. വിപുലമായ പരിപാടികളാണ്. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം അതിവിടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇവിടെ അതിനുശേഷം സ്കൂൾ തലത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം അക്ഷരത്തോണി, അക്ഷരവള്ളം, അങ്ങനെ സുംബ ഡാൻസ്, കലാപരിപാടികൾ, അങ്ങനെ വിപുലമായ പരിപാടികളാണ്. സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള ഓരോ സ്കൂളുകളും അവരുടേതായ രീതിയിൽ പലതരത്തിലുള്ള കലാപരിപാടികളും മറ്റുള്ള ഗസ്റ്റുകളും മറ്റും എത്തി കുട്ടികളെ ആദ്യത്തെ ദിനം തന്നെ സ്കൂളിലേക്ക് സന്തോഷത്തോടെ വരവേൽക്കാനുള്ള ഒരു പരിപാടികളാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ പാഠ്യവിഷയങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സിലബസുകളിലും മറ്റും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രം, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ സാമ്പത്തിക വിജ്ഞാനം വളർത്തിയെടുക്കുക എന്നുള്ള തരത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഒരു പാഠ്യവിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ സമഗ്രമായ മാറ്റമാണ്. 13ാം തീയതി വരെ നടക്കുന്ന പല വിധത്തിലുള്ള ക്ലാസുകളാണ്. അതായത് ട്രാഫിക് നിയമങ്ങൾ എങ്ങനെ പാലിക്കാം, ഡിജിറ്റൽ സാക്ഷരത, അതേപോലെ തന്നെ ലഹരി, സമൂഹത്തിന് ഏറ്റവും വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി എങ്ങനെ നേരിടാം, ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു പാഠങ്ങൾ പകർന്നു നൽകിയാണ് സംസ്ഥാന സർക്കാർ തുടക്കം തന്നെ. ഒപ്പം തന്നെ മറ്റുള്ള രീതിയിലുള്ള എല്ലാ പരിപാടികളും സംസ്ഥാനത്തെ പല സ്കൂളുകളും നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പ്രവേശനോത്സവത്തിന്റെ ഗാനം. ഇത്തവണ ഒരു വിദ്യാർത്ഥി എഴുതിയ ഒരു ഗാനമാണ് ആലപ്പുഴയിൽ നടക്കുന്ന പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് ആലപിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ സമഗ്രമായ മാറ്റങ്ങളാണ് ഇത്തവണ പ്രവേശനോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആര്യ, സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അങ്ങനെ സമഗ്രമായ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ. ഹൈസ്കൂളിലാണെങ്കിൽ 1/2 മണിക്കൂർ കൂടുതൽ സമയം ഇനി കുട്ടികൾക്ക് സ്കൂളിൽ ചെലവഴിക്കേണ്ടി വരും. അതോടൊപ്പം റോബോട്ടിക്സ് 10ാം ക്ലാസ്സിൽ ഒരു പഠന വിഷയമായി വരുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, ഇത്തവണ തൊട്ട് പുതിയ അധ്യയന വർഷം തൊട്ട് സൂംബ ഡാൻസ് കൂടി കുട്ടികളെ സ്കൂളിൽ പരിശീലിപ്പിക്കും എന്നുള്ളത്. അത് കുട്ടികളുടെ ഒരു മാനസിക ഉല്ലാസത്തിനും അവർ ഭയങ്കര പിരിമുറുക്കം ഒക്കെ ഒഴിവാക്കി അവരെ ഒന്ന് ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സൂംബ ഡാൻസ് ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ തയ്യാറെടുക്കുന്നത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. എന്തായാലും ഇന്നു മുതൽ സ്കൂൾ പ്രവൃത്തി സമയം കൂടും. അത് നേരത്തെ സൂചിപ്പിച്ചു. ഒരു അധ്യയന വർഷത്തിൽ 220 പ്രവൃത്തി ദിനം വേണമെന്ന ആവശ്യവുമായി CK ഷാജി നടത്തിയ നിയമ പോരാട്ടം 2.5 വർഷത്തിനു ശേഷമാണ് വിജയം കണ്ടത്. 6 പതിറ്റാണ്ടായി കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ഉറങ്ങിയ നിയമമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. പുതിയ സമയക്രമത്തിലായിരിക്കും ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനങ്ങൾ. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ പഠനം അധികമായും ഹൈസ്കൂളുകളിൽ 6 ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനവും ഉൾപ്പെടുന്നതായിരിക്കും ഈ വർഷത്തെ അക്കാദമിക് കലണ്ടർ. സ്കൂൾ തുറക്കുന്നതിന് തലേദിവസമാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനയിൽ കലണ്ടർ പുറത്തിറക്കിയത്. അധ്യാപകന്റെ ഏറ്റവും കുറഞ്ഞ ജോലി സമയം ആഴ്ചയിൽ 45 മണിക്കൂറായി ക്രമീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് മൂവാറ്റുപുഴ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജരും PTA-യും ഹൈക്കോടതിയെ സമീപിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് 10 ദിവസം മുൻപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലണ്ടർ അവധികൾ അടക്കം സൂചിപ്പിച്ച് പുറത്തിറക്കണമെന്നാണ് കേരള വിദ്യാഭ്യാസ നിയമം.
എന്നാൽ 2025-26 അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രകാരം 1 മുതൽ 4 വരെ ക്ലാസുകൾക്ക് 198 പ്രവൃത്തി ദിനങ്ങളും UPയിൽ 200 അധ്യയന ദിനങ്ങളും 8 മുതൽ 10 വരെ ക്ലാസുകൾക്ക് 220 പ്രവൃത്തി ദിനങ്ങളും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ അധിക പഠന സമയവും ഉണ്ടാകും. 6 ശനിയാഴ്ചകളിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉണ്ടായിരിക്കുക. ന്യൂസ് 18 കൊച്ചി. അപ്പോൾ ഇന്ന് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ഒരു അതിഥി കൂടി ചേരുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അക്ഷരമുറ്റത്ത് പാറിപ്പറക്കാൻ നമ്മുടെ കുരുന്നുകൾ ഒരുങ്ങുമ്പോൾ ഈ സന്തോഷത്തിൽ നമുക്കൊപ്പം ചേരുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ്. നമസ്കാരം മിനിസ്റ്റർ, സ്വാഗതം ന്യൂസ് 18 കേരളത്തിലേക്ക്. നമുക്ക് സ്കൂൾ തുറക്കുകയാണ്. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായിട്ടുള്ളത് സ്കൂളുകളിൽ? ഇപ്രാവശ്യത്തെ ഒരു പുതുമയുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യത്തെ 14 ദിവസം പാഠപുസ്തകം കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അത് മറ്റു കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട, അത് ആ സ്കൂളിൻ്റെ സാഹചര്യം അനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകങ്ങളുടെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ, ഒരു റിവിഷൻ. രണ്ടാമത് കുട്ടികളെ പഠിപ്പിക്കുന്നത് 10 സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തുടക്കം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഉദാഹരണം, ഇപ്പോൾ ലഹരി എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതൊരു സാറ് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ആ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരതയൊക്കെ ഒന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് പിന്നെ മനസ്സിലാവും. അടുത്ത ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ശുചീകരണം എന്തുകൊണ്ട് വേണം, നല്ല പെരുമാറ്റം, അധ്യാപകരോടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടും സഹപ്രവർത്തകരോടും നല്ല പെരുമാറ്റം. അത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ കുട്ടികൾ അത് ഈ വേറൊരു ലോകത്തെ ആണ് ജീവിക്കുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് ലോകത്തെ അവസാനത്തെ കാര്യമെന്ന് വിശ്വസിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ഇപ്പം തന്നെ കോഴിക്കോട് ഒരു കുട്ടിയെ സഹപ്രവർത്തകർ ചേർന്നല്ലേ അവനെ കൊന്നത്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ. മലപ്പുറത്ത് ഇതേപോലെ ഒരു സംഭവം നടന്നല്ലോ, ഗുരുതരമായ. എറണാകുളത്തൊരു കുട്ടി 26ാമത്തെ നിലയിൽ നിന്ന് ചാടിയല്ലേ മരിച്ചത്. ഇപ്രാവശ്യം അത് പല സ്കൂളുകളിലും ടീച്ചർമാരോട് കുട്ടികളെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. HMനോട് പോലും അവരൊക്കെ പേടിയാണ് ഇപ്പോൾ കുട്ടികളെ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള ഒരു പൗരബോധം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ധനം, സാമ്പത്തിക മാനേജ്മെന്റ്. പലതരത്തിലുള്ള കുട്ടികളാണല്ലോ വരുന്നത്. അതിനെ സംബന്ധിച്ചോളം പഠിപ്പിക്കുന്നുണ്ട്. പോക്സോ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്താണത്, അത് നിങ്ങൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യത്തെ സംബന്ധിച്ചോളം പഠിപ്പിക്കുന്നുണ്ട്. ഈ നിലയിലുള്ള 10 പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറെടുത്ത് ഓരോ ദിവസം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കേവലം നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം ഒരു നല്ല വ്യക്തിയാകാനും നല്ല മനുഷ്യനാകാനുമാണല്ലോ പഠിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നറിയാം. ഈ പുതിയ കാലത്ത് വീടുകളിലെ 4 ചുമരുകൾക്ക് ഉള്ളിലാണല്ലോ പല കുട്ടികളുടെയും ജീവിതം പോകുന്നത്.